കൊച്ചുകുട്ടികൾക്കും അതേപോലെ തന്നെ ഈ പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ ആയാലും ഒന്ന് ശരീരം പുഷ്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് നെയ്യ് കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ മെറ്റബോളിസം ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നെയ്യ് സഹായിക്കുന്നുണ്ടെന്ന് നമ്മൾ പല പഠനങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ നെയ്യുടെ ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ അത് ഏതൊക്കെ ആളുകളാണ് അത് കൺസ്യൂം ചെയ്യേണ്ടത്, അത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്നത്തെ ആ ഒരു ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. നെയ്യ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ അതിൻ്റെ ഇൻടേക്ക് അധികമായി കഴിഞ്ഞാൽ അതൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യും. നെയ്യിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഫാറ്റാണ്. എസ്പെഷ്യലി ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി എ, ഡി, ഇ, കെ ഈ പറഞ്ഞുള്ള ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ധാരാളം ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ജോയിൻസിലൊക്കെ ഉണ്ടാവുന്ന സ്വെല്ലിങ്, പെയിൻ, നീർക്കെട്ടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് ഇപ്പം ആമവാദത്തിൻ്റെയോ അല്ലെങ്കിൽ സന്ധിവാദത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ജോയിൻസിൽ സ്റ്റിഫ്നെസ്സും പെയിനും സ്വെല്ലിങ്ങും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് കൊണ്ടാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസും അതേപോലെ തന്നെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ നെയ്യ് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ്, ഇപ്പം ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഹാർഡായിട്ട് ഫീൽ ചെയ്യുക, പെട്ടെന്ന് മോശം പോവുക, വയറിന് എരിച്ചിൽ, പുകച്ചിൽ, അങ്ങനത്തെ ഒരു ബേണിങ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. അപ്പോൾ ആ ഒരു കുടലിലുണ്ടാവുന്ന നമ്മുടെ വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ ഇൻഫ്ലമേഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസ് ട്രബിളും വയറുവേദനയും വയറ് വീർക്കുന്നതും വയറ്റിന്ന് പോകാത്ത ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ ആ കുടലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അൾസർ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ നെയ്യ് സഹായിക്കുന്നതാണ്. ഇപ്പോൾ വയറ്റിന്ന് പോകാത്ത ആളുകളോടൊക്കെ ഞാൻ യൂഷ്വലി പേഴ്സണലി പറയാറുള്ളത് നമ്മളൊരു ടീസ്പൂൺ നെയ്യ് കഴിക്കുക. അത് അധികമാവരുത്, അതിൻ്റെ ഇൻടേക്കും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് രീതിയിൽ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ബേസിസിൽ വെറും വയറ്റിൽ കഴിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ബബൽ മൂവ്മെൻറ്റ്സ് കൂട്ടിയെടുക്കാനും മോഷൻ ഒന്ന് ലൂസാക്കാനും അല്ലെങ്കിൽ ആ ഒരു ടൈറ്റൻഡ് ഫീലിംഗ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി വൈറ്റമിൻ എ നമ്മുടെ കണ്ണുകൾക്കും അതേപോലെ തന്നെ എല്ലുകൾക്കൊക്കെ ബലം നൽകുന്നതാണ് വൈറ്റമിൻ എ. എസ്പെഷ്യലി തിമിരത്തിൻ്റെ പ്രശ്നങ്ങൾ, ബീറ്റാ കരോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ലൈക്ക് ക്യാരറ്റ് ഒക്കെ അതിൽ ഏറ്റവും കൂടുതൽ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കണ്ണുകളിലേക്കുള്ള സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വൈറ്റമിൻ എ സഹായിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്കൊക്കെ വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് പ്രശ്നങ്ങൾ, ഹെയർ ഫാള്, ഡാൻഡ്രഫ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അങ്ങനത്തെ ഒരു ഹോൾ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള നെയ്യ് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ എസ്പെഷ്യലി നമ്മുടെ സ്കിൻ കംപ്ലയിൻസിന്, ഈ ഡെർമറ്റൈറ്റിസ്, ഡ്രൈനസ് ഇഷ്യൂസ്, ചൊറിച്ചിൽ, സ്കിന്നിലുണ്ടാകുന്ന റാഷസ് പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ കെ, അത് നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മസിൽ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വൈറ്റമിൻ കെ സഹായിക്കുന്നു. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ വൈറ്റമിൻ എ, ഡി, ഇ, കെ ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇനി ചിലർ ചോദിക്കും, ഈ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി കൂടുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ക്ഷീണിതരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ യൂഷ്വലി പറയും നെയ്യ് കഴിക്കണം, അത് ഒന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ നല്ലതാണെന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നെയ്യിനോടൊപ്പം അതിൻ്റെ കൂടെ കുറച്ചുകൂടി തേനോ ശർക്കരയോ പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഫുഡ് ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബോഡി ഒന്ന് ഹെൽത്തി ആക്കുന്നത്. പക്ഷേ നിങ്ങൾ നെയ്യ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒന്നും തന്നെ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യേണ്ട, ഫ്രഷ് ആയിട്ട് തന്നെ നെയ്യ് കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിയെടുക്കാൻ ഈ പറഞ്ഞിട്ടുള്ള നെയ്യ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോൺജുഗേറ്റഡ് ലിനോലേനിക് ആസിഡ് ഉള്ളതിൻ്റെ പ്രസൻസ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ ഒന്ന് നല്ല രീതിയിൽ ഫോം ചെയ്യുന്നത്. ആ ഒരു ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ആക്ഷൻസ് കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്യുന്നത്. ദെൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ നെയ്യ് ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഈ ഹൃദ്രോഗം, സ്ട്രോക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ച് കൊണ്ടുവരും. ലൈക്ക് കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇൻടേക്ക് കൂടാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കഴിക്കുകയാണെങ്കിൽ അതിലെ കലോറി 130 grams ഓഫ് കലോറീസ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ടീസ്പൂണിന് കൂടുതൽ നമ്മൾ 2-3 ടീസ്പൂൺ എടുക്കുമ്പം കലോറി ഇൻടേക്ക് കൂടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. കുട്ടികൾക്കൊക്കെ ആയാലും നിങ്ങൾ കുറച്ചുകൂടി നട്ട്സ് കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും വീക്ക്നെസ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ഇത് സ്കിന്നിൽ നല്ല രീതിയിലൊരു ആക്ഷൻസ് ഉണ്ട്. നമ്മളൊരു ടീസ്പൂൺ നെയ്യിലേക്ക് കുറച്ച് അലോവേറേൻ്റെ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ഈ കാലുകൾക്ക് ഉണ്ടാകുന്ന വിണ്ട് കീറലിന്, സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ്, വെയിലടിച്ചുകൊണ്ടുള്ള സൺ ടാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഈ ഒരു നെയ്യ് സഹായിക്കുന്നതാണ്. സോ നിങ്ങളുടെ ഭക്ഷണത്തിൽ വെയിറ്റ് ലോസിനായാലും വെയിറ്റ് ഗെയിനിങ്ങിനായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹെൽത്തി ഫുഡാണ് നെയ്യ്. അപ്പോൾ കുട്ടികൾക്കാവട്ടെ മുതിർന്ന ആളുകൾക്കൊക്കെ ആവട്ടെ ഒന്നരാടം ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.